പി.വി. അൻവറിന്റെ കൂടുമാറ്റമൊക്കെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ചർച്ചയായതാണ്. പി.വി. അൻവറിന്റെ കൂടെ ഉറച്ച നിലപാട് സ്വീകരിച്ച് അന്ന് പ്രവർത്തിച്ചിരുന്ന മിൻഹാജ് CPI-ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്നതാണ് പറയാനുള്ള വാർത്ത. നിലവിൽ തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ കൂടിയാണ് മിൻഹാജ്. പാലക്കാട് DMK സ്ഥാനാർത്ഥിയായി മിൻഹാജിനെ അൻവർ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ഇടപെടലിനെ തുടർന്ന് പിൻവലിക്കുകയുമായിരുന്നു. റിപ്പോർട്ടിലേക്ക്. തൃണമൂൽ കോൺഗ്രസ് കേരള ഘടകത്തിൽ കൂട്ടരാജി. പി.വി. അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന കോർഡിനേറ്റർ മിൻഹാജിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പ്രവർത്തകർ രാജിവെച്ചു. തൃണമൂൽ കോൺഗ്രസ് NDAയിൽ ചേരാൻ സാധ്യതയുണ്ടെന്നും രാജിവെച്ചവർ CPIM-മായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും മിൻഹാജ് പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ നമുക്ക് ഏത് ശക്തിയാണെങ്കിലും RSS BJP ഏത് ഒറ്റ പാർട്ടിയുള്ള CPI അതേ തരത്തിലുള്ള ഒരു പാർട്ടി. ഇനി നമുക്ക് അതല്ലാതെ വേറെ പാർട്ടിയില്ലെന്നുള്ളത് ഞങ്ങളെല്ലാം മനസ്സിലാക്കി. ഞാൻ പാരമ്പര്യമായിട്ട് രാഷ്ട്രീയക്കാരനൊന്നുമല്ല. ഈ നിൽക്കുന്ന കുറേ മാധ്യമങ്ങൾ നേരത്തെ ഈ പറഞ്ഞ വേർഡാണ്. ആയതുകൊണ്ട് ഞാൻ ഇനിയുള്ള സമയത്ത് ഞാൻ ബഹുമാനപ്പെട്ട സഖാവ് ശ്രീപ്രവർത്തനം സംസാരിച്ചു, സ്വാഗതം ചെയ്തു. അതുകൊണ്ട് ഞാൻ ഈ പാർട്ടിയിൽ ഒരു എളിയ പ്രവർത്തകനായി പാർട്ടി പറയുന്നതെന്തും ചെയ്ത് ഞാൻ മുന്നോട്ട്. CPIM-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവർക്ക് പൂർണ്ണ പിന്തുണയും സംരക്ഷണവും നൽകുമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. പി.വി. അൻവറിനൊപ്പം തൃണമൂൽ കോൺഗ്രസിൽ പ്രവർത്തിക്കില്ല. അതിന് പകരമായി അത്തരം രാഷ്ട്രീയ ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ച് CPM-നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ള തീരുമാനമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ആ തീരുമാനം പാലക്കാട് ജില്ലയിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഗതാർഹമാണ്, സന്തോഷമുളവാക്കുന്ന കാര്യമാണ്. അൻവറിനൊപ്പം DMK-യിൽ പ്രവർത്തിക്കുന്ന സമയത്താണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മിൻഹാജിനെ പ്രഖ്യാപിച്ചത്. എന്നാൽ ഷാഫി പറമ്പിലിന്റെ ഇടപെടലിനെ തുടർന്ന് അൻവർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ചവരുടെ കൺവെൻഷൻ ഉടൻ സംഘടിപ്പിക്കും. CPIM നേതാക്കളുടെ നേതൃത്വത്തിൽ രാജിവെച്ചവരെ സ്വീകരിച്ചു. കൈരളി ന്യൂസ്, പാലക്കാട്.